വെൽക്കം ടു PSC ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ നിങ്ങൾക്കിത് നോക്കി പോകാൻ ടൈം ഇല്ലെങ്കിൽ 2x വെച്ചിട്ടെങ്കിലും ജസ്റ്റ് ഇത് കാണുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽപ്പെട്ട ഇന്ത്യക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കുവാനുള്ള ഇന്ത്യൻ രക്ഷാദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. നമുക്കറിയാം ഇറാനിലും ഇസ്രായേലും ഇപ്പോൾ വാറ് നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. സിന്ധു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറാനിലും ഇസ്രായേലും പോയിട്ട് സിന്ധു എന്താണ് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നു. അങ്ങനെ ജസ്റ്റ് ആലോചിക്കാം. ദെൻ ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓപ്പറേഷൻ സാഗർ ബന്ധു പറഞ്ഞാൽ ശ്രീലങ്കയിലെ ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും മൂലം ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ മാനുഷിക സഹായ രക്ഷാദൗത്യമാണ്. അതായത് ശ്രീലങ്കയിലുള്ള ചുഴലിക്കാറ്റും ആ ഒരു എമർജൻസി സമയത്ത് ഇന്ത്യ അവർക്ക് അടിസ്ഥാന സഹായം നൽകുക. അപ്പോൾ അതിനുള്ള ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ളത്. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീലങ്കയെ സഹായിക്കുക. അതായത് സാഗർ ബന്ധു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽരാജ്യമാണല്ലോ ബന്ധു. നമ്മുടെ ബന്ധുവാണ്, അയൽരാജ്യമാണ് ശ്രീലങ്ക. സാഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ സമുദ്രത്തിനടുത്തുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുക. ദെൻ ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമറിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ ആരംഭിച്ച രക്ഷാസഹായ ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. ഇതും നമ്മൾ ശ്രീലങ്കയ്ക്ക് കൊടുത്ത പോലെ തന്നെ അവിടുത്തെ ദുരിതബാധിതർക്ക് മെഡിക്കൽ സംഘങ്ങൾ അയക്കലും ഫുഡ് മെഡിസിൻസ് ഒക്കെ അങ്ങനെ ഇന്ത്യ സഹായിക്കുന്നതാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ മ്യാൻമറിൽ, അതായത് ബ്രഹ്മാവ് മാൻ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട്, മ്യാൻമർ ബ്രഹ്മാവ് ഒരു മനുഷ്യരാണ്, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ മ്യാൻമറിന് ഇന്ത്യയുടെ രക്ഷാദൗത്യമാണ്. സാഗർ ബന്ധു എന്ന് പറയുമ്പോൾ ശ്രീലങ്കയ്ക്കുള്ളത്. ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുമ്പോൾ മറ്റേ ഇറാൻ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേഷൻ സിന്ധു നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഡേറ്റ് നിങ്ങൾ പഠിക്കുക. 2025 മെയ് 7 അപ്പോൾ ഇതിൻ്റെ കാരണം പഹൽഗ്രാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയാണ്, നമുക്കറിയാവുന്നതാണ്. പിന്നെ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു നമ്മളിതിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നടത്തിയിട്ടുള്ളത് നമ്മുടെ സംയുക്ത സായുധ സൈന്യമാണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ സിന്ധു നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്നതാവും. ഓപ്പറേഷൻ സിന്ധൂർ. ഓക്കെ, അടുത്തതാണ് ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട്. ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് ഇത് ബംഗ്ലാദേശിലാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തെയൊക്കെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ അതായത് ബംഗ്ലാദേശിലെ ആ ആഭ്യന്തര കലാപത്തിന് കാരണക്കാരായ ആളുകൾക്കെതിരെ ബംഗ്ലാദേശിലെ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഡെവിൽ ഹണ്ട്. അതായത് കലാപം ഉണ്ടാക്കിയ ഡെവിളുകളെ ഹണ്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആലോചിക്കുക. ദെൻ ഓപ്പറേഷൻ സ്പൈഡ്സ് വെബ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സ്പൈഡർ വെബ്, രണ്ട് രീതിയിലും ഇത് പറയാം. അപ്പോൾ റഷ്യയിലെ സൈനിക വ്യോമതാവളങ്ങളെ ലക്ഷ്യമാക്കി യുക്രൈൻ നടത്തിയിട്ടുള്ള രഹസ്യ ഡ്രോൺ ആക്രമണ ദൗത്യമാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. അതായത് ഉക്രൈൻ നടത്തിയിട്ടുള്ളതാണ്. സ്പൈനെ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൈഡറിനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക. അതായത് സ്പൈഡർ എവിടെയാണ് വരുന്നത്? ഉക്രൈനിൽ ഈ നമ്മളിങ്ങനെ പറയില്ല, ഉഗാണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് എത്താത്തതാണെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക ഉക്രൈൻ, അവിടെ ആയിരിക്കും ഡെവലപ്മെൻറ്റ് എത്താത്ത ഏരിയയിലൊക്കെ കുറേ ചിലന്തികളുണ്ട് അല്ലെങ്കിൽ കുറേ മാറാലൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുക. എന്ത് കണക്ഷൻ കിട്ടിയാലും വേണ്ടില്ല, എക്സാമിൽ നമുക്കിത് കിട്ടിയാൽ മതി. അപ്പോൾ ഉക്രൈനിലെ അതായത് യുക്രൈൻ റഷ്യയിൽ നടത്തിയിട്ടുള്ള മറ്റേ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സ്പൈഡർ വെബ്, അതായത് റഷ്യക്കെതിരെ യുക്രൈൻ. ഓക്കെ, ദ നെക്സ്റ്റ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഓക്കെ, ഇസ്രായേൽ ഇറാനെതിരെ ആരംഭിച്ച വലിയ സൈനിക ദൗത്യമാണിത്. ഇവിടെ നോക്കേണ്ടത് ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇസ്രായേൽ പറഞ്ഞു ഞങ്ങളൊരു ലയനെ അയച്ചിട്ടുണ്ടെന്ന് ഇറാനോട് പറഞ്ഞു. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കാം. പിന്നെ ഇറാൻ്റെ ആണവ പദ്ധതി, മിസൈൽ കേന്ദ്രങ്ങൾ, സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണം. അതായത് റൈസിംഗ് ലയൺ എന്ന് പറയുമ്പോൾ ഇറാനെതിരെ ആരംഭിച്ചത്. ദെൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ പ്രതികാര സൈനിക ആക്രമണങ്ങളാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പോൾ റൈസിംഗ് ലയൺ എന്ന് പറയുമ്പോൾ ആദ്യം ഇസ്രായേൽ ഒരു ലയൺ അയച്ചു, തിരിച്ച് ഇറാന് ഒരു പ്രോമിസ് അയച്ചു. അതാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ദെൻ
ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ, അമേരിക്ക ഇറാൻ്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണം. മിഡ് നൈറ്റ് ഹാമർ, രാത്രി അമേരിക്കയും ഇടപെട്ടു. അങ്ങനെ ജസ്റ്റ് ആലോചിക്കുക. അതായത് ആദ്യം ഇസ്രായേൽ തുടങ്ങി ലെനിനെ അയച്ചു. അപ്പോൾ പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് ആര് കൊടുത്തു? എന്നാൽ ഇറാന് തിരിച്ചടിച്ചു. ദെൻ മിഡ് നൈറ്റിൽ ആര് വന്നു? USA ഇറാനെതിരെ വന്നു. ജസ്റ്റ് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ദെൻ ഓപ്പറേഷൻ അബ്സലൂട്ട് റിസോൾവ്, അതായത് അമേരിക്ക വെനസ്വേലയിൽ നടത്തിയിട്ടുള്ള സൈനിക ദൗത്യത്തിൻ്റെ പേരാണ്. അതായത് അമേരിക്ക വെനസ്വേലയിൽ നടത്തിയിട്ടുള്ള സൈനിക ദൗത്യമാണ് ഇത്. അതായത് ഈ ഓപ്പറേഷനിലൂടെയാണ് വെനസ്വേലിയൻ പ്രസിഡൻ്റായിട്ടുള്ള നിക്കോളാസ് മഡോറയെ പിടികൂടുക. അങ്ങനെ പിടികൂടി അമേരിക്കയിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഓപ്പറേഷൻ്റെ പേര് മാത്രം കിട്ടാൻ മതി. അതായത് ഓപ്പറേഷൻ അബ്സലൂട്ട് റിസോൾവ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് റിസോൾവ് ചെയ്തു. എങ്ങനെ? വെനസ്വേലയിലെ പ്രസിഡന്റിനെ എന്താണ് അമേരിക്ക പിടിച്ചെടുത്തോട് കൂടിയിട്ട് അവർക്ക് എന്താണ് അമേരിക്കയുടെ പ്രോബ്ലം അങ്ങോട്ട് സോൾവ് ആയി. അങ്ങനെ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞാൽ സിന്ധു പോയിട്ടാണ് ഇറാനിലും ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേഷൻ സാഗർ ബന്ധു, എവിടെയുള്ള ചുഴലിക്കാറ്റും ഇതിന് രക്ഷാ ദൗത്യമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സാഗർ ബന്ധു, സമുദ്രത്തിനടുത്തുള്ള നമ്മുടെ അയൽവാസി ആരാണ്? നമ്മുടെ സ്വന്തം ശ്രീലങ്കയാണ്. ദെൻ വരുന്നത് ഓപ്പറേഷൻ ബ്രഹ്മാവ് ഒരു മനുഷ്യൻ, മ്യാൻമർ. പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ കോമൺ ആയിട്ട് നമുക്കറിയാം. ദെൻ ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട് എന്ന് പറയുമ്പോൾ ഡെവിളുകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആര് നടത്തിയതാണ്? ബംഗ്ലാദേശ്. അങ്ങനെ ആലോചിക്കുക. ദെൻ ഓപ്പറേഷൻ സ്പൈഡർ എന്ന് പറയുമ്പോൾ നമുക്കത്ര നമ്മളെന്താണ് ഡെവലപ്മെൻറ്റ് എത്താത്ത സാധ്യത. നമ്മൾക്ക് ഉക്രൈൻ ആർക്കെതിരെ? റഷ്യക്കെതിരെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇട്ടത് ആരാണ്? ഇസ്രായേലിനെതിരെ ട്രൂ പ്രോമിസ്. പിന്നെ മിഡ് നൈറ്റിൽ അമേരിക്ക വന്നു. ദെൻ ഇതെല്ലാം കൂടി അവസാനിച്ചു ഓപ്പറേഷൻ എന്താണ് അബ്സലൂട്ട് റിസോൾവ് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി അങ്ങോട്ട് സോൾവ് ചെയ്തു. എങ്ങനെ? വെനസ്വേലയത്തെ ആളെ എന്താണ് ജയിലിലാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഒരുപാടൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇതെങ്കിലും നോക്കിയിട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് ഇത് അതായത് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് നിങ്ങളെ PSC ചാനലിൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you.